സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല, അത് പറ്റൂല എന്ന് പറയും. അത്ര തന്നെ. ഈ കേരളത്തിൽ നടക്കുമോ? ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഇത് തമിഴ്നാടും കേരളവും തമ്മിലുള്ള വ്യത്യാസം, ബംഗാളും കേരളവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു. ഈ രാജ്യത്ത് ഏത് സംസ്ഥാനങ്ങളുമായി എടുത്തു നോക്കിയാലും ശരി, കേരളത്തിലെ സ്ഥിതി വ്യത്യസ്തമാണ്. അതാ ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഈ കേരളത്തിലെ സ്ഥിതി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഈ സാമുദായിക ലഹളയുടെ കാര്യമെടുക്കാം, സാമുദായിക ലഹളയുടെ കാര്യമെടുക്കാൻ വർഗീയ ലഹള ഉണ്ടാവാത്ത ഏത് സ്റ്റേറ്റാണ് ഇന്ത്യയിൽ? ബാബരി മസ്ജിദിന്റെ ശേഷം രാജ്യത്ത് വർഗീയ ലഹള കടന്നു പിടിച്ചപ്പോ ബോംബെ തെരുവീതികളിൽ കൊല്ലപ്പെട്ടത് ആയിരക്കണക്കിന് ആളുകളാണ്. ഗുജറാത്തിൽ നിങ്ങൾക്കറിയാൻ ഇല്ലാത്തൊരു കഥ കൊണ്ട് വല്ലാത്തൊരു സ്റ്റോറി ഉണ്ടാക്കി. നമുക്കറിയാവുന്ന പോലെ ഗുജറാത്തിൽ കൊല്ലപ്പെട്ടത് ആയിരക്കണക്കിന് ആളുകളാണ് വർഗീയ ലഹളയിൽ. യു പിയിലും ബീഹാറിലും മറ്റു സംസ്ഥാനങ്ങളിലുമൊക്കെ ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം തമിഴ്നാട്ടിൽ പോലും വർഗീയ ലഹള നടന്നപ്പോ കേരളത്തിൽ അനങ്ങിയില്ല. അനങ്ങാതിരിക്കാനുള്ള ഒറ്റ കാരണമേ ഉള്ളൂ, അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ഇവിടെ സാമുദായിക കലാപം ഉണ്ടാവാതിരിക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഇവിടുത്തെ ന്യൂനപക്ഷത്തിന് ആത്മവിശ്വാസം പകരാൻ വേണ്ടി ഇവിടെ ലീഗുണ്ട്. ആത്മവിശ്വാസം പകരാൻ ഇവിടെ ലീഗുണ്ട്. അതുപോലെ തന്നെ അവർക്കെതിരായി വാങ്ങി വരുന്ന ക്രൂരമ്പുകൾ തടുക്കുവാൻ അതിനും ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുണ്ട്. Because it's a historical point in the history of Muslim League. Till now they were saying that Muslim League is only a regional party in Kerala, but now, for the first time in the history of independent India, Muslim League is sharing power at the center, and we can say that we are also partners in the central government, as Lalu Prasad Yadav is a partner, as Paswan is a partner, so Ahmed Sahab and Muslim League is also partner, they are ruling partners of Muslim government. So that's a very big achievement, and I congratulate the people of Kerala that they have sent such brilliant people, that Ahmed Sahab and other persons, and not only that, Ahmed Sahab, by becoming the foreign minister of India, he is not popular only in India, but Allah has given a chance that foreign minister travels throughout the world. When the foreign dignitaries come, they receive them. So Muslim League's message is inshallah on the map of the world, and now the entire world knows that there is a Muslim League minister in India. അമേരിക്കൻ സാമ്രാജ്യത്തിന് അവർ പിന്തുണ കൊടുക്കുന്ന ഇസ്രായേലിന് ഇന്ന് കമ്മ്യൂണിസം ഒരു ഭീഷണിയല്ല. ദയവായി കമ്മ്യൂണിസ്റ്റ് ചെയ്തിന്മാർ ഒരു സത്യം തുറന്ന് സമ്മതിക്കുക. ഇന്ന് അമേരിക്കൻ സാമ്രാജ്യത്വം പേടിക്കുന്ന ഘടകം, ജോർജ് ബുഷിന്റെ ഉറക്കിയെടുക്കുന്ന ഘടകം കമ്മ്യൂണിസമല്ല, മറിച്ച് ഇസ്ലാമിക പ്രത്യയശാസ്ത്രമാണ് എന്ന സത്യം അവർ തിരിച്ചറിയുക. അമേരിക്കൻ സാമ്രാജ്യത്തിന് ഇപ്പൊ പേടി ഈ പ്രത്യയശാസ്ത്രം മാത്രമാണ്. അത് വെച്ചുകൊണ്ട് തീർച്ചയായും ലോകതലത്തിൽ ഒരു മാറ്റം വരുന്നുണ്ട്. ആ മാറ്റത്തെ കമ്മ്യൂണിസ്റ്റുകാർ പേടിക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന ജനതയുടെ മുഖത്ത് നോക്കി ഇത്തരം പൊടിക്കൈകൾ പ്രയോഗിച്ച് തിരിച്ചു വരാനുള്ള കണക്കുകൂട്ടലൊന്നും അവർക്ക് വേണ്ട. എന്തെല്ലാം വിധത്തിലുള്ള പ്രചരണങ്ങളാണ് അയച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. സമ്മേളനം കഴിഞ്ഞാൽ, ഞങ്ങൾ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞാൽ ഞങ്ങൾ ബാക്കിയുണ്ടാവില്ല. കൂട്ടത്തോടുകൂടി രാജിയാകും പറഞ്ഞു. സംഗതി ശരിയാണ്, രാജി സംഭവിച്ചു. മുസ്ലിം ലീഗിന്റെ കൂട്ടത്തിലല്ല, ദേശാഭിമാനിയുടെ പത്രാധികളാണ് രാജിയുടെ തുടക്കം സംഭവിച്ചത്. എന്നെ വിജയം സമ്മേളനത്തിൽ പലരും പറഞ്ഞ സത്യമാണ് സുജിത്ത്. അദ്ദേഹം ശരിയായ ഉപദേശം, അദ്ദേഹത്തിന്റെ പ്രായമാണ് മനസ്സിലാക്കി കൊടുത്തു. എന്താ പറഞ്ഞത്? ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ഡിസ്കസിംഗ് ഓൺ ഐഡിയോളജീസ്. തത്വശാസ്ത്രം പറഞ്ഞിട്ട് വെറുതെ നിങ്ങളുടെ സമയം കളയണ്ട എന്നാണ് ഹർകിഷൻ സുജിത്ത് ഇതിനോട് പറഞ്ഞത്. പച്ച പട്ട് പുതച്ച കോട്ടക്കുന്ന് ഒരു ചരിത്രം കൂടി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഷയത്ത് ഈ മണ്ണിൽ വിളയുകയില്ല. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്പനാളുകൾക്ക് മുമ്പ് കോട്ടക്കുന്നിൻ്റെ അന്തരീക്ഷത്തിൽ ധാരാളം മാലിന്യങ്ങൾ വരുത്തുകയുണ്ടായി. മുസ്ലിം ലീഗിൻ്റെ പച്ചപ്പട്ടാളം ഇതാ ഇവിടെ ശുദ്ധികലശം വരുത്തിയിരിക്കുന്നു. ഇനി പിറക്കാനിരിക്കുന്ന തലമുറയും
അവരുടെ നെഞ്ചോട് ചേർത്ത് ഏതെങ്കിലും ഒരു പതാക കാത്തു സൂക്ഷിക്കുമെങ്കിൽ അത് മുസ്ലിം ലീഗിന്റെ അർദ്ധചന്ദ്ര കാലാതീതമായ പരിവർത്തനമാണ്. അവരുടെ ഉൾക്കുരുന്നിന്റെ ഉൾത്തട്ടിൽ അവരേതെങ്കിലും നേതാവിനെ കാത്തു സൂക്ഷിക്കുമെങ്കിൽ അത് കൊടപ്പനക്കൽ തറവാട്ടിലെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ്.